ഹായ് ആദി. അടുക്കളയിൽ ഇരിക്കുന്നു. പിന്നെന്താ സവാള അടിയുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ അടുപ്പിന്റെ അകത്ത് കയറി ഇരിക്കുന്നു. ഇവിടെ പൂജക്കായിട്ട് 2 വർഷം 3 വർഷം അവളവിടെ എങ്ങാനും ഇരിക്കട്ടെ. അവളവിടെ എങ്ങാനും ഇരിക്കട്ടതാ. പൂച്ചനെ വരയ്ക്കാൻ പോകണം. എങ്ങനെയാ വരയ്ക്കുന്നേ? എന്നിട്ട് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സ്കൂളിൽ ചെന്നിട്ട് ആരാണ്ടോട് വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അത് നേരാണ്? ആ 10-ാം തീയതിയോ? ഒന്ന് പോടാന്ന്. നീ സ്കൂളിൽ ചെന്നിട്ട് ആരാണ്ടോട് അടി ഉണ്ടാക്കിയെന്നോ വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് കേട്ടെ. ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി വെച്ച് ഇടിച്ചെന്നൊക്കെ. അപ്പൊ നീ ഇടിച്ചാ? എന്നിട്ട് ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു നീ ആരാണ്ട് ഇടിച്ചുന്നോ, ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ആർക്കട്ടാ ഇടിച്ചത്? സത്യം പറഞ്ഞു. എങ്ങനെ ഇങ്ങനെയാണോ കാണിച്ചോളൂ? അതിന് ഇങ്ങനെ കാണിച്ചു എന്തിനാ? കൂട്ടുകാരെ വഴക്കുണ്ടാക്കിയോ? നിരഞ്ജൻ, അന്നേരം നീ എന്നെ കാണിച്ചു? ഇങ്ങനെ പറപ്പിക്കോ? അന്നേരം ടീച്ചർ വാടി എടുത്തോണ്ട് ഓടി എടുത്തോണ്ട് ടീച്ചറോ? ടീച്ചർ ഉറങ്ങുന്ന സമയത്താണോ? ടീച്ചർ എവിടെ കിടന്നാ ഉറങ്ങിയേ? സ്കൂളിൽ കിടന്ന ടീച്ചർ ഉറങ്ങിയോ? ടീച്ചറിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സമയമില്ലേ? ഇല്ലേ? പിള്ളേരെ കൊണ്ടിരുത്തിട്ട് പിള്ളേരുടെ മുന്നിൽ ഇരുന്നിട്ടാണോ ഉറങ്ങുന്നേ? നാളെ ഞാൻ ടീച്ചറിനോട് ചോദിക്കാം. എന്നത്തിനാ ബെഡാലിരുന്ന് ഉറങ്ങിയെന്ന് ചോദിക്കണോ? ആര്? അതെയോ? ആര്? ആദ്യം എന്നിട്ട് നീ ആ ജനലേ കയറിന്ന് പറയണ കേട്ടായിരുന്നല്ലോ സ്കൂളില്. ഇങ്ങനെ പിടിച്ച് കേറിപ്പോയിന്ന്. കോൺക്രീറ്റ് വണ്ടിയോ? എന്നതാ? ജനല. നീ എന്നതാ സത്യത്തിൽ പറയുന്നത്? നീ ജനല കയറിയതിന് ഉത്തരം പറയടാ. ജനലിൽ എന്തിനാ? ടീച്ചർ കണ്ടില്ലേ? ടീച്ചറിനോട് ചോദിച്ചു. പിള്ളേരെ വിളിച്ച് സ്കൂളിൽ ഇരുത്തി ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് കിടന്നുറങ്ങി. ടീച്ചർ ഉറങ്ങിപ്പോയി. ഞങ്ങൾ എന്നാലും വഴക്ക് കൂടി. ടീച്ചർ എഴുന്നേറ്റോന്ന് ഞാൻ പമ്മി നോക്കുവോ? എന്റെ ദൈവമേ, അത്രയ്ക്കും വഴക്കായിരുന്നോ നിങ്ങള്? എന്നിട്ട് നിരഞ്ജന എന്നാ പറ്റി? നിരഞ്ജനയാണോ നീ പറപ്പിച്ചേ? കൊള്ളാലോ നീ. അതെ നീയാണോ പറഞ്ഞേ? നീയാണോ പറക്കാൻ പാകത്തിനുള്ളൂ. അവന് ഇഷ്ടമാണ്. എന്നിട്ട് നീ എന്നിട്ട് അവിടെ കിടന്ന് കാറിന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഭയങ്കരമായിട്ട് കരഞ്ഞെന്ന്. നീ വെല്ലുവായില് എന്തിനാ നീ കരഞ്ഞ്? അമ്മേനെ കാണണോ എന്നൊക്കെ പറഞ്ഞു.
അമ്മ ഇടിച്ചമ്മ എന്നെ ഇടിക്കാന്ന് പന്നിക്കിട്ട്. ആര് പഞ്ഞിക്കിട്ട്? കൂട്ടുകാരി എന്നെ പന്നിക്കിട്ട്. കൂട്ടുകാരിയും കൂടെയാണോ പഞ്ഞിക്കിട്ടത്? അയ്യോ, ഞാന് അവരെ പന്നിക്കിട്ട്. അവരെ പഞ്ഞിക്കിട്ടോ രണ്ടുപേരെയും കൂട്ടുകാരിനെയും? നിരഞ്ജനും നിരഞ്ജന്റെ കൂട്ടുകാരിയും കൂടെയാണ് പഞ്ഞിക്കിട്ടത്. അവനെ പഞ്ഞി കിട്ടും. അത് ഇവൻ പഞ്ഞി കിട്ടും. ഇവൻ അവരെ തന്നെ തിരിച്ചു പഞ്ഞിക്കിട്ടു. അതെയോ? ഞാൻ ചാടിയുടെ ചോടി ഇടിച്ചോ? എന്റെ ദൈവമേ, തളകൊണ്ട് എവിടെ ഇടിച്ചെന്നറിയോ? ആ വേടിയില്. എന്റെ കോർത്താവേ, നെല്ലെ കൊണ്ട് ഇടിച്ചോ? ആണില്ലോ ടെർസാനി ഇടിച്ചെന്ന ഒറ്റ ഇടിക്ക് പറന്നു പോയിട്ട് കാറ്റ് വന്നാർന്നോ? കാറ്റ് വന്നാർന്നോ? അതാ പറന്നു പോയത്. അതാ പറഞ്ഞത്. ഇന്നലെ കാറ്റ് വന്നില്ലായിരുന്നോ? വ്യാഴാഴ്ച അല്ല ചൊവ്വാഴ്ച. അതാ അല്ലടാ, കാറ്റിന്റെ ശക്തി കൊണ്ട് ടെറപ്പിന്റെ മണ്ടയിലോട്ട് പറന്നുപോയി. ഇടിച്ച കാറ്റാണ് അല്ലേ? അയ്യോ ഇതിന് വേണ്ടത്. എനിക്ക് ഞാൻ നാരൂട്ടയുടെ പവർ എടുത്തു. ഞാറൂട്ടോടെ പറവാണ് അടുത്തേ. അതിനകത്ത് കണ്ട് ഈ വളയൊക്കെ ഇട്ടില്ലേ ഇരിക്കുന്നവര്, അതാണ് ഇപ്പൊ വളയെടുത്തിട്ട് വളയ ഞാറൂട്ടോർ വളയും കളയത് വളയും കയ്യിലിട്ടു. നാറൂട്ടോടെ പവർ എടുത്തോ നീ? എനിക്ക് വയ്യ. ഈ വേല ഇങ്ങനെ ഒന്ന് പറഞ്ഞേടാ. ധൈര്യമില്ല. പറയാൻ ധൈര്യമില്ലേ? അതിനാ ഇപ്പൊ ധൈര്യോടെ പോയി ഇത്ര നേരം നീ നിരഞ്ജനെയൊക്കെ പറപ്പിച്ച് ആ ശക്തിക്ക് പോയി ടെറസേൽ ഇടിച്ചു നിന്ന് നിനക്ക് ധൈര്യമില്ലേ? അതിനാ ഇപ്പൊ ധൈര്യമില്ലാത്ത? അമ്മ പണ്ടുള്ളതമ്മ. ഏതാ? ടീച്ചറിനോട് ഏതായാലും ഉറങ്ങിയെന്ന് ചോദിക്കും. അതെന്നായാലും ഞാൻ വിളിച്ച് ചോദിക്കും ടീച്ചറിനോട്. ഈ പിള്ളേരെ തങ്ങി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയോ ടീച്ചറെന്ന്. ടീച്ചറ് വീട്ടിൽ പോയി. ടീച്ചർ വീട്ടിലും പോയോ? അതിന്റെ ഇടയ്ക്ക് ടീച്ചർ വീട്ടിലും പോയോ പിള്ളേരെ അവിടെ ഇട്ടിട്ട്? ഇതെന്നാ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ടീച്ചറാണോ നിങ്ങളുടെ സ്കൂളില്? ടീച്ചറും പോയി. ഞാൻ വണ്ടിയാക്കി പോയി. എങ്ങോട്ട് പോയി? കരിമ്പന് പോയോ? കരിമ്പൻ അവിടെ ആരായിരിക്കുന്നത്? എന്റെ അതൊക്കെ ഊരുന്ന എന്നത്തിന്? അതൊക്കെ കയ്യെ കിടന്നോട്ടെ. അതൊക്കെ കയ്യെ കിടന്നോട്ടെ. ഇടിവളയല്ലേ അത്? കളയണ്ട. ഇടിവളയാ. ഇടി ശക്തി വരുന്ന വളയാ അത്. അത് ശക്തി തരും. അതുകൊണ്ട് കയ്യെ കിടന്നോട്ടെ, കളയണ്ട. ഈ മുള്ളും കൊണ്ട് ഈ സാധനം സത്യം ഇടുന്നത്. അതെയോ? നമുക്ക് വാവച്ചേച്ചിയുടെ കല്യാണത്തിന് പോകുമ്പളേ എടുക്കണേ ഓട് മാല വേണ്ട. തുള്ളി പിടിച്ചോണ്ട് വള ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചോണ്ട് പോക്കണം. ഇങ്ങനെ ഒരു ഗുണ്ട കല്യാണം. അയ്യോ, ഒരു ഗുണ്ട കല്യാണത്തിന് വന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഈ കുഴലെടുത്തിട്ട് ഇതുകൊണ്ടോ ഈ കുഴലെടുത്തിട്ട് ഒറ്റ ഊതൂതൂതന്നെ ഗുണ്ട മരത്താൻ പോയിരുന്നിട്ട് കൈയിട്ടായിരിക്കും. കേട്ടാ, ഗുണ്ട കളയണ്ട, വള കളയണ്ട. നമുക്ക് കല്യാണത്തിന് പോകുമ്പോ നമുക്ക് കാണിക്കണം. ഇങ്ങനെ വിളിക്കാം. ഇങ്ങനെ അതെനിക്കൊക്കെ പറ്റിട്ട് ഇരിക്കുന്ന പോലെ പറ്റിയോ? അതെ ചേച്ചി, ഗുണ്ടയാ. ഗുണ്ടമോനെന്ന് വിളിച്ചാ മതി. ഗുണ്ടമോൻ. അയ്യോ, ഗുണ്ടമോൻ. ഗുണ്ടമോനെ ഇത് ആദിമോൻ കേട്ടോ. ഇത് ഗുണ്ടമോൻ. അല്ല പോലെ അതിന് ചേച്ചി അറിയാം.